യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം തിരുവചനം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. വിശ്വാസത്തോടെ നമ്മളിൽ എത്ര പേർക്ക് ഈ വചനം പറയുവാൻ സാധിക്കും? ദൈവമേ, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ പറ്റുമോ? നമ്മൾ കേട്ട കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുമ്പോൾ ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കണം. അത് ലോകത്തോട് പറയുവാൻ സാധിക്കണം. ദൈവം തന്ന പല നന്മകളും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ദൈവം തന്ന ഏറ്റവും വലിയ നന്മയാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കുന്നത് തന്നെ. ഈ സാബത്ത് ദിവസം ബലിയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിച്ച് ദൈവവചനം ശ്രവിച്ച് ദൈവത്തോടൊപ്പം ഇന്ന് ഉലാത്തുന്നത് ദൈവത്തെ നേരിട്ട് കാണുന്ന അനുഭവം. നമ്മൾ കണ്ടിട്ടും കാണാത്തതുപോലെ ഭാവിക്കുന്ന സമയം. വലുത് നേടണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന സമയം. സംതൃപ്തമല്ലാത്ത ജീവിതം. ഈ നിമിഷം നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്ന് വിശ്വാസത്തോടെ ദൈവത്തോട് പറയാം. അങ്ങ് തന്ന ഓരോ നന്മകളിലൂടെയും അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ കാണുന്നു. അങ്ങ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ കാണുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അങ്ങൻ്റെ നാവിലൂടെ സംസാരിക്കുമ്പോൾ അങ്ങൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ കാണുന്നു. നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ദൈവത്തിന് സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ എവിടെയായിരുന്നാലും അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവാനുഗ്രഹം അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കാം. ദൈവം ഈ നിമിഷം വരെ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയാം.
ഇന്ന് ദൈവീക സന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവീക സാന്നിധ്യം നിറഞ്ഞാസ്വദിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം തന്നെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. വിശ്വാസത്തോടെ അത് നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ ശരീരവും രക്തവും ഇന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളോടൊപ്പമുള്ള ദൈവത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവസത്തനും സർവാധിപനുമായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.